ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഹൃദയത്തിൽ ഇത് പുതിയ നിയമത്തിൻ്റെ ദൈവരാജ്യ സുവിശേഷത്തിൻ്റെ മർമ്മമാണിത്. അതായത് ഒന്നും നമ്മുടെ പ്രവൃത്തിയല്ല. അത് കുറച്ചുകൂടെ വ്യക്തമായി എഫേസോസ് ലേഖനം പറയുന്നുണ്ട്. എഫേസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. കണ്ടോ, കാറ്റഗിസം മനോഹരമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദൈവത്തിൽ ഇപ്പം നമ്മൾ പറയുകയാണ്, ഞാൻ പറയുകയാണ് ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, അപ്പോൾ എനിക്ക് കൃപ കിട്ടി. ഞാൻ പറയാമെന്ന് വെച്ചോ, ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, എനിക്ക് കർത്താവിൽ വിശ്വസിച്ചപ്പോൾ കൃപ കിട്ടി എന്ന് ഞാൻ പറയാമെന്ന് വെച്ചോ. കാറ്റഗിസം എന്താ പറയുന്നതെന്ന് അറിയാമോ? വിശ്വസിക്കാൻ പോലും ദൈവത്തിൻ്റെ കൃപ വേണം. ചുമ്മാ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വാസം പോലും ദൈവത്തിൻ്റെ കൃപയിലാണ് സംഭവിച്ചത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത് പോലും ദൈവത്തിൻ്റെ കൃപ വന്നതുകൊണ്ടാണ്. കണ്ടോ, അപ്പം നമുക്ക് ഒരു പ്രവൃത്തി നമ്മളൊന്നും ചെയ്തിട്ടില്ല. കാറ്റഗിസം നിങ്ങൾ വ്യക്തമായിട്ട് നീതീകരണം അതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൃപ നീതീകരണം ഇതിനെക്കുറിച്ച് കാറ്റഗിസത്തിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ ഇത് വ്യക്തമായിട്ട് തിരുസഭ നൂറ്റാണ്ടുകളായിട്ട് പഠിപ്പിക്കുന്ന സത്യമാണ്. ഇതിന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന ഒരു അപ്പസ്തോലിക രേഖയിലൂടെ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് കാറ്റഗിസം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കൃപ പരിപൂർണമായും സൗജന്യ ദാനമാണ് എന്നുള്ളത് കൊണ്ടാണ് സഭ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നത്. പിടികിട്ടിയോ? സഭ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്തെന്നറിയാമോ? അതായത് രക്ഷയ്ക്ക് വേണ്ടി നീ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് സഭയ്ക്ക് വ്യക്തതയുള്ളത് കൊണ്ടാണ് ഒന്നും ചെയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നത്. കാറ്റഗിസം പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ധാരണ, അതായത് 50 ധ്യാനം കൂടിയാൽ ഒരു സാധാരണ ഒരു ആവറേജ് കരിസ്മാറ്റിക്കാരൻ, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, വേറെ ആരെയല്ല, ഒരു ആവറേജ് കരിസ്മാറ്റിക്കാരൻ്റെ മനസ്സിൽ ഒരു വലിയ പരിസയൻ വളരും. ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരനായി, ഞാൻ 50 കൊന്തയൊല്ലുന്നു, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു. ഓരോ ധ്യാനം കൂടി കഴിയും തോറും നമ്മൾ കൂടുതൽ പരിസയരായി മാറി. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്താണ്? കഴിഞ്ഞ 25 വർഷമായി ഞാൻ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. എന്താണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് എൻ്റെ അനുദിന ദിവ്യ ബലി മുടങ്ങിയിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്തു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. ഇപ്പോൾ ഒരുത്തൻ കള്ളു കുടിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ കള്ളു കുടിക്കുന്നത്? കള്ളു കുടിക്കണമെന്ന് പറഞ്ഞ് കള്ളു കുടിക്കുന്നതാണോ? അവന് മദ്യപിക്കാതിരിക്കാനുള്ള കൃപ കിട്ടിയിട്ടില്ല. അപ്പം ഇനി എങ്ങനെ കിട്ടും? നീ വിശ്വസിക്കണം, നീ പ്രാർത്ഥിക്കണം, അപ്പം അവന് കൃപ കിട്ടും. അപ്പം ആരെങ്കിലും ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? അവരങ്ങനെ ചെയ്യുന്ന അവരുടെയൊക്കെ കണ്ടില്ലേ? പള്ളി കയറാതെ കുറേ എണ്ണം നിൽക്കുന്ന കണ്ടില്ലേ? കുർബാനയ്ക്കിടയ്ക്ക് കുറേ എണ്ണം കാണിക്കുന്ന കണ്ടില്ലേ? നമ്മൾ സാധാരണ പറയുന്ന വർത്തമാനങ്ങളാണ്. പക്ഷേ കർത്താവ് പഠിപ്പിക്കുകയാണ്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. കാരണം എന്താണ്? നിനക്ക് ഇത് ചെയ്യാനുള്ള കൃപ കിട്ടി. നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ആണ്, പറ. ഓം പ്രകാശ് ജോൺ ബോൾ ആയത് ഓം പ്രകാശ് എന്തെങ്കിലും ചെയ്തിട്ടാണോ? പറ. ഒന്നും ചെയ്തിട്ടില്ല. അവന് ഭാര്യ ഇടിക്കുകയും കള്ളു കുടിക്കുകയും അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. രക്ഷ തികച്ചും സൗജന്യദാനമാണ്. അതുകൊണ്ട് രക്ഷയെ പ്രതി ആർക്കും അഹങ്കരിക്കാനില്ല, ആർക്കുമില്ല. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്തോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, നമുക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇതാണ് സഭയുടെ ഒറിജിനൽ ടീച്ചിങ്. മാർപ്പാപ്പ ആനന്ദിച്ചാഹ്ലാദിക്കുവൻ എന്ന ആ രേഖയിൽ പറയുന്നത് ദ മോസ്റ്റ് ഓവർലുക്ഡ് ടീച്ചിങ് ഓഫ് ദ ചർച്ച് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. മോസ്റ്റ് ഓവർലുക്ഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട തിരുസഭാ പ്രബോധനം എന്ന് പറഞ്ഞിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് പഠിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട തിരുസഭാ പ്രബോധനം എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാം ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്തതല്ല, എല്ലാം ദൈവം ചെയ്തതാണ്.
അതുകൊണ്ടാണ് പറയുന്നത് അവൻ ആദിയും അന്തവുമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കും. ആരാണ് ആരംഭിച്ചത്? ഈശോ. ആരാണ് പൂർത്തിയാക്കുന്നത്? ഈശോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ കൃപയിൽ ആശ്രയിച്ച് ഇതങ്ങ് വിശ്വസിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇത് വിശ്വസിച്ച് കഴിയുമ്പോൾ, ഇത് പറയുമ്പോൾ സാധാരണ എല്ലായിടത്തു നിന്നും തിരിച്ചു വന്നിട്ടുള്ള ചോദ്യം ഇതാണ്, അപ്പം പിന്നെ ഒന്നും ചെയ്യണ്ടേ? ഇതാണ് ഇതിൻ്റെ കൗണ്ടർ ക്വസ്റ്റ്യൻ. എല്ലായിടത്തും ഇതെവിടെ പറഞ്ഞാലും ആരെങ്കിലും ഒരു 10 പേരെങ്കിലും മെയിൽ അയച്ചോ നേരിട്ടോ ചോദിക്കും, അപ്പം പിന്നെ ഒന്നും ചെയ്യണ്ടേ? എല്ലാം ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ ഞാനല്ല ചെയ്യുന്നത്, പിന്നെ ആരാണ് ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്. 1 കൊരിന്ത്യർ 15:10, മറ്റെല്ലാവരെയും കൂടുതലായി ഞാൻ അധ്വാനിച്ചു, അയ്യോ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ചെയ്യണോ? ചെയ്യണം. ആര് ചെയ്യും? നമ്മുടെ അകത്തിരുന്ന് കർത്താവ് ചെയ്യും. നമ്മുടെ അകത്ത് കർത്താവ് എങ്ങനെ വന്നു? വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും. വിശ്വാസം വഴി കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട. കർത്താവ് ഇരുന്ന് പറയും, കൊന്തയിലടാ, നമ്മൾ കൊന്തയിൽ. പള്ളിയിൽ പോടാ, നമ്മൾ പള്ളിയിൽ പോകും. ഉപവസിക്കടാ, നമ്മൾ ഉപവസിക്കും. മുട്ട നിൽക്കടാ, നമ്മൾ മുട്ട നിൽക്കും. കൈവരിക്കടാ, നമ്മൾ കൈവരിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ നമ്മൾ തലകുത്തി മറിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, എന്താണ് നീ അങ്ങനെ ചെയ്യാത്തത്, നീ എന്താണ് തലകുത്തി നിൽക്കാത്തത്? ഈ ചോദ്യത്തിന് ക്രിസ്ത്യാനിറ്റിയിൽ അർത്ഥമില്ല. എന്താ ചെയ്യണ്ട? ആർക്കെങ്കിലും ഇപ്പോൾ ഒരുത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്നാ നമ്മൾ ചെയ്യണ്ടേ? മുട്ട നിന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ അവന് കൃപ കൊടുക്കണേ, ഞാൻ വിശ്വസിക്കുന്നു അവന് കൃപ കൊടുക്കണേ. സുവിശേഷം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്, പക്ഷെ ലളിതമല്ല. നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതല്ല സുവിശേഷം. നമ്മളെന്താണ്ടൊക്കെ ചെയ്യുന്നു, നമ്മൾ മലമറിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇതാണ് മറ്റ് മതങ്ങളും ക്രിസ്തീയ മതവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. മറ്റു മതങ്ങളെല്ലാം ചിന്തിക്കുന്നത് എന്താണ്? ഇങ്ങനെ ചെയ്യൂ, 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യൂ, 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യൂ, അപ്പോൾ ഇത് നിൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ക്രിസ്ത്യാനിറ്റി അങ്ങനല്ല. മറിച്ച് നീ ദൈവം നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം വിശ്വസിക്കുക, അപ്പോൾ ആ ദൈവം നിൻ്റെ അകത്തിരുന്ന് എല്ലാം ചെയ്യും. നിങ്ങൾക്ക് ഇത് മനോഹരമാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ ദൈവം ഒരു തൂവൽ പോലെ എടുത്ത് കൊണ്ട് നടക്കുന്ന അനുഭവം ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾക്കുണ്ടാവും. ദൈവം പറയും അങ്ങോട്ട് പോകും, നമ്മൾ പോകും. ദൈവം പറയും അത് ചെയ്യും, നമ്മൾ ചെയ്യും. ദൈവം പറയും ഇത് ഇങ്ങനെ പറ, നമ്മൾ പറയും. ദൈവം പറയും ഇപ്പം ഇതാ ചെയ്യേണ്ടത്. ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അക്ഷരാർത്ഥത്തിൽ. നമ്മുടെ ആരുടെയെങ്കിലും കേമത്തരം കൊണ്ടാണോ? അല്ല. മറിച്ച് എന്താണ്? ദൈവം നമുക്ക് വിശ്വസിക്കാൻ ഒരു കൃപ തന്നിട്ട്. ഞാൻ പറഞ്ഞു വന്നത് റോമർ 9:16 മനുഷ്യൻ്റെ ആഗ്രഹമോ മനുഷ്യൻ്റെ അധ്വാനമോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നിങ്ങൾ ഈ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന ആ രേഖ, ആ മാർപ്പാപ്പയുടെ പ്രബോധന രേഖ നിങ്ങൾ ഒന്ന് വായിക്കുക. എളുപ്പമാണ്, എല്ലാവർക്കും മനസ്സിലാവും. അത് വായിക്കേ. എന്ത് മനോഹരമായിട്ടാണ് മാർപ്പാപ്പ പറയുന്നത്. നമ്മൾ കിടന്ന് തലകുത്തി മറിഞ്ഞൊന്നും അല്ല നമ്മളിൽ എന്തെങ്കിലും നന്മ വന്നത്, എല്ലാം ദൈവത്തിൻ്റെ പരിപൂർണ ദാനമാണ്. വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രബോധനമാണത്. വിശുദ്ധി, എങ്ങനെ വിശുദ്ധരാവാം? മാർപ്പാപ്പ പറയാണ് തലകുത്തിയെന്ന് അറിയണ്ട, ഈശോ ചെയ്തത് നീ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ ഇന്ന് അനേകർ കുറ്റം പറയുന്നത്. കാരണം അവർ പറയുന്നത് മാർപ്പാപ്പ തെറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടാൽ തെറ്റാന്നല്ലേ തോന്നും. കാരണം നമ്മൾ മല കയറണ്ടേ? അപ്പം നമ്മൾ ഒന്നും ചെയ്യണ്ടേ? അല്ല, ഇങ്ങനൊരു ചോദ്യം വന്നിട്ട് ഇത് പറയുന്നവരെ എല്ലാം വിശ്വാസവിരുദ്ധരായിട്ട് മുദ്ര കുത്തും. ഞാനിത് ധൈര്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാം? എന്തുകൊണ്ടെന്ന് പറയാമോ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് പറയുന്നതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. അല്ലെ ഞാൻ പേടിച്ചിട്ട് പറയില്ലായിരുന്നത്. കാരണം കൊന്നുകളയും നമ്മളെ ഇത് പറഞ്ഞാൽ. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ തന്നെ അനേകം കത്തോലിക്കർ, നിങ്ങൾ അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒന്നും പോകരുത്. മാർപ്പാപ്പ അന്തിക്രിസ്തുവാണ്, മാർപ്പാപ്പ ഇതാ കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ പോകുന്നു, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് വരുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിൽ അപ്പോഴേ എക്സിറ്റ് അടിച്ചോണം. പറഞ്ഞ് എക്സിറ്റ് അടിച്ചോണം. അത് നിങ്ങളെ നാശത്തിലെത്തിക്കും. മാർപ്പാപ്പയും തിരുസഭയും വിധിച്ചും വിമർശിച്ചിട്ടും നമുക്കൊരു ക്രിസ്തീയ ജീവിതമില്ല. സഭയും യേശുവും രണ്ടല്ല. ഇപ്പം ആളുകൾ ഭാരപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയെ കൊണ്ട് നരകത്തിൽ ചടിക്കുമെന്നാണ്. അവർ ശരിക്കും ബൈബിൾ വായിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട് മത്തായി 16 നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പറഞ്ഞത് കർത്താവാണെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെന്നല്ല ഒരു മാർപ്പാപ്പയ്ക്കും കത്തോലിക്ക സഭയെ, കർത്താവിൻ്റെ സഭയെ, തിരുസഭയെ നശിപ്പിക്കാൻ പറ്റില്ല. പറഞ്ഞത് കർത്താവാണെങ്കിൽ നമ്മൾ കൂടുതൽ ആകുലപ്പെടുകയൊന്നും വേണ്ട. മനസ്സിലായോ? നരക കവാടങ്ങൾ അതിനെതിരെ
പ്രബലപ്പെടില്ലെന്ന് പറഞ്ഞാൽ തെറ്റ് വരില്ല. തെറ്റാന്ന് നമുക്ക് തോന്നും, തെറ്റ് വരില്ല. നിങ്ങൾ സഭയുടെ ചരിത്രം വായിക്കണം. ദുർമാർഗങ്ങളായി ജീവിച്ചിരുന്ന ആളുകൾ ചിലർ മാർപ്പാപ്പമാരായിട്ടുണ്ട്. സഭാചരിത്രം വായിക്കണം. എന്താ സംഭവിച്ചെന്നറിയാമോ? മാർപ്പാപ്പയുടെ ആ ഔദ്യോഗിക സിംഹാസനത്തിൽ ഇരുന്നിടം മുതൽ അത്ഭുതകരമായ മാറ്റം അവർക്ക് വരാൻ തുടങ്ങി. അവർ വിശുദ്ധരായിട്ട് മാറി. എല്ലാം തെറ്റിക്കാന്ന് വിചാരിച്ച് വന്നതാണ്. തെറ്റിക്കാന്ന് വിചാരിച്ചവരാണ് ആദ്യത്തെ രക്തസാക്ഷികളായത്. മനസ്സിലായി? ഇത് കർത്താവിൻ്റെ സഭയാണ്. അപ്പസ്തോലിക സഭ കർത്താവിൻ്റെ സഭയാണ്. കർത്താവ് രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭയാണ്. അത് ഏതെങ്കിലും ഒരു പന്ന പിശാച് വാലി ചുരുട്ടി വന്നാലൊന്നും തീരില്ല. നമ്മളതുകൊണ്ട് ഒരുപാട് പിശാചിനെ ഗ്ലോറിഫൈ ചെയ്യരുത്. ഇതാ കത്തോലിക്ക സഭ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, മാർപ്പാപ്പ അതിനെ നരകത്തിൻ്റെ അടിയിലേക്ക് ഇതാ രജിസ്റ്റർ ചെയ്ത് തീരെഴുതി കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈശോയുടെ പടം വെച്ചോണ്ടോ മാതാവിൻ്റെ പടം വെച്ചോണ്ടോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും പോയി ചേരരുത്. എൻ്റെ അഭിപ്രായമാണ്. അവരുടെ നമ്പർ 1 ശത്രുവാണ് ഞാനിപ്പോൾ. നമ്പർ 1 ഇത് ഞാൻ പറയുന്നത് കൊണ്ട്. അനേകം അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ മിണ്ടാതെ ആദ്യമൊക്കെ എല്ലാം നല്ല പ്രാർത്ഥനയൊക്കെ പറഞ്ഞു തരും. പിന്നെ പ്രബോധനം വരും. മാർപ്പാപ്പ ഇത് അന്ത്യക്രിസ്തു, ഇങ്ങനെയുള്ള സാധനങ്ങൾ. എവിടുന്നോ ഏതോ ഇംഗ്ലീഷുകാരൻ ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവൻ്റെ മുറിയിൽ നിന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാം. ഇത് വായിച്ചിട്ട് ഈ പുസ്തകം വായിച്ചിട്ടില്ല, ഈ പുസ്തകം വായിച്ചിട്ടില്ല, വത്തിക്കാൻ സൂനഹദോസിൻ്റെ ഔദ്യോഗിക രേഖകൾ വായിച്ചിട്ടില്ല, മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ വായിച്ചിട്ടില്ല, പ്രമാണരേഖകൾ വായിച്ചിട്ടില്ല. വായിച്ച എന്താണ്? ആഫ്രിക്കയിലുണ്ടായ ഒരു ചേച്ചിക്കുണ്ടായ ദർശനം, അന്റാർട്ടിക്കയിൽ ഒരു ചേച്ചിക്കുണ്ടായ ദർശനം, ഇതൊക്കെയാണ് വായിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് കർത്താവാണ് കൃപ തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കർത്താവാണ്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്നായിട്ട് ഈ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവാണ്. അതുകൊണ്ട് ആരെയും വിധിക്കണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോയവരെയും പാപികളെയും സ്വർഗഭോഗികളെയും ഒന്നും നിങ്ങൾ വിധിക്കാൻ നിൽക്കണ്ട, അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പറയുകയാണ് മാർപ്പാപ്പ ഇതാ സ്വർഗഭോഗികൾ അച്ഛന്മാരാക്കാൻ പോകുന്നു. ആര് പറഞ്ഞു? ചുമ്മാ പറയുകയാണ്. മാർപ്പാപ്പ ഇതാ സ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുക്കാൻ പോകുന്നു. വെറുതെ അങ്ങ് പറയുകയാണ്. അല്ല, അത് കേട്ടിട്ട് കുറെ ആളുകൾ അയ്യോ വെളിപാടല്ലേ ദർശനമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഏറ്റവും സുരക്ഷിതം എന്താണ്? ബൈബിൾ, കാറ്റക്കിസം, സഭയുടെ ഔദ്യോഗിക പ്രബോധനം, മാർപ്പാപ്പമാരുടെ ടീച്ചിങ്സ്, പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ. ഇങ്ങനെ നിന്നാൽ തെറ്റിപ്പോവില്ല, തെറ്റില്ല. കാരണം 2000 വർഷമായി തിരുസഭയെ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നിക്ഷേപമാണ് സഭയുടെ പ്രബോധനങ്ങൾ മുഴുവൻ. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? നേരെ പോയി ആദ്യം ഒരു ബൈബിൾ വായിക്കണം, പിന്നെ പോയിട്ട് ഒരു കാറ്റക്കിസം വായിക്കണം, പിന്നെ വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രമാണരേഖകൾ വാങ്ങിക്കണം. പിന്നെ ജോൺ പോൾ രണ്ടാമൻ, ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും പഠിപ്പിച്ച പ്രബോധനങ്ങൾ പഠിക്കണം. ആത്മീയ ജീവിതത്തിൽ വളരാനുള്ള ഒന്നാമത്തെ ഉപദേശം അതാണ്. അല്ലാതെ അവനും ഇവനും പറയുന്നൊന്നും കേട്ട് പോകരുത്.